എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുറം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് വിഷുവാണ്. വിഷു പ്രമാണിച്ച് ആദ്യം എന്ന് പറഞ്ഞാൽ 2.5 വയസ്സായ പയ്യൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഫുട്ബോൾ തട്ടുന്നതാണ്. നല്ല ഫുട്ബോൾ തട്ടും. ഇന്ത്യൻ ബുക്കിലേക്കുള്ള റെക്കോർഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം അതിൻ്റെ പേപ്പറെല്ലാം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ റെക്കോർഡിൽ വരാനുള്ളത് 2 വയസ്സായ ഇന്ന് കൗതുകമായിട്ടുള്ള ഫുട്ബോളാണ് ലോകം എങ്ങോട്ടും അറിയപ്പെടുന്ന ഒരു ഐറ്റം. അപ്പോൾ ആ 2.5 വയസ്സായ പയ്യൻ്റെ വീട്ടിൽ ആദ്യ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് വിഷുവാണ് പ്രമാണിച്ചാണ് നിൽക്കുന്നത്. രാവിലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അയ്യപ്പ ക്ഷേത്രത്തിൽ അവനെ തൊഴാൻ കൊണ്ടുപോയി നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. അപ്പോഴേ അവൻ്റെ അപ്പൂപ്പൻ നമ്മളെ കൂടെ ഉണ്ട്. അശോകൻ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് പുള്ളിയായിട്ട് ബന്ധപ്പെടാം. പേരെന്തൊന്നും? എന്റെ പേര് അശോകൻ എന്നാണ്. ആദിയുടെ അപ്പൂപ്പനാണ്. വിഷു പ്രമാണിച്ച് രാവിലെ ക്ഷേത്രത്തില് ആദ്യം എന്ന് പറഞ്ഞ പയ്യനെ ഇങ്ങോട്ട് ക്ഷേത്രത്തിൽ പോയിരുന്നു. തൊഴുതു വിഷു കണിയെല്ലാം. ഈ ഫുട്ബോൾ കളിക്കുന്നല്ലേ എത്ര വയസ്സിലാണ് കളിക്കാൻ തുടങ്ങിയത്? അവന് ഫുട്ബോൾ കളിക്കുന്ന ഒരു 1.5-2 വയസ്സ് മുതൽ കളി തുടങ്ങി. കേറ്റിലിട്ട് എങ്ങനെയാണ് തട്ടണത്? ഗേറ്റിൽ കാലുകൊണ്ട് ഫുട്ബോൾ അടിക്കും പോലെയുള്ള അടിയും ഗേറ്റില് ചവിട്ടും. ലോകം അറിയപ്പെടുന്ന കളിയല്ലേ ഫുട്ബോൾ? അതെ. അപ്പോഴേ മറഡോണ പോലും 5 വയസ്സിലാണ് കളി തുടങ്ങാൻ പഠിച്ചത്. ഇത് 1.5 വയസ്സിന് മുമ്പ് തന്നെ നല്ല വലിയവരോട് പന്ത് തട്ടണല്ലോ. അപ്പോൾ അതിന് ഒരു കൗതുകമല്ലേ? അതിനെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളൊക്കെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതല്ലേ? അപ്പോഴേ നിങ്ങൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന കളിയാണ്. ഇന്ത്യയിൽ വെച്ചും ലോകത്ത് വെച്ചും അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് ഫുട്ബോൾ. ലോകം അംഗീകരിക്കുന്ന ഒരു കളിയുമാണ്. ദൈവത്തിനെ പോലെയാണ് മറഡോണയെ നമ്മൾ കണക്കാക്കുന്നത്. അത്ര നമുക്ക് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും മറഡോണയെ ആരാധിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോഴും നമ്മൾ ഭാവിയിലെ താരമാണ്. അടുത്ത ഇന്ത്യൻ ബുക്ക് റെക്കോർഡിൽ വരാനുള്ളതാണ്. അപ്പോഴതിൻ്റെ അപേക്ഷയൊക്കെ അയക്കാൻ നമ്മൾ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ 2 വയസ്സിനകത്ത് പന്ത് തട്ടുന്നത് ആദ്യം എന്ന് പറയുന്ന പയ്യനാണ്. അപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇവ എങ്ങനെയാണ് ആദ്യം തൊട്ട് ഈ പന്ത് കളിക്കാനുള്ള നിങ്ങൾക്ക് ഇത് കൗതുകമായിട്ട് തോന്നിയത്? കേറ്റിലൊക്കെ തട്ടുന്നുണ്ട്, നല്ല വലിച്ച് തട്ടുന്നുണ്ടല്ലോ. ഗേറ്റിലൊക്കെ തട്ടുകയും ബോള് ഇവിടെ വീട്ടില് ഇട്ടയക്കുമ്പോ ബോളിൽ കാല് കൊണ്ട് അടിക്കുകയും ബോള് പൊക്കി കാലുകൊണ്ട് തട്ടുകയും കൈയിലെടുത്തുകൊണ്ട് വെച്ചിട്ട് കാലുകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അവന് നമ്മളെ ബോള് ചെറുതായിട്ട് കാൽ തട്ടിയെ കാണിച്ചു കൊടുത്തപ്പം ഇവ നമ്മളെ കൂടെ ബോള് തട്ടാനും കളിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പം നല്ല ബോള് തട്ടുമല്ലോ. നല്ല രീതിയിൽ ബോള് തട്ടും. ഈ പ്രായത്തിൽ വേറെ ആരും ഇല്ലെന്നാണ് പറയണത്. ഇത്രയും വേഗത്തിൽ അടിക്കും കണ്ടിട്ടൊക്കെ. അപ്പൊ ഈ 6 മാസത്തിൽ തന്നെ അച്ഛാമ്മ 6 മാസത്തിന് മുമ്പേ അവൻ വിളിക്കാൻ തുടങ്ങിയല്ലോ മറ്റേ പിള്ളേരൊക്കെ? അച്ഛാമ്മന്നൊക്കെ 6 മാസമായപ്പോ വിളിച്ചു തുടങ്ങി. പിള്ളേരൊക്കെ 1 വയസ്സൊക്കെ ആയതിനൊക്കെ വിളിക്കുള്ളൂ. പിന്നെ ഈ കാറ്റിലിട്ട് തട്ടുമ്പോ നിങ്ങൾക്ക് എന്താണ് പിന്നെ തോന്നണത്? വലിച്ച് ഞാൻ വരുമ്പോ തട്ടണ കാണാമല്ലോ. ഇവൻ മറ്റേ ബോൾ അടിക്കുന്നത് പോലെ കാറ്റിൽ കാലുകൊട്ടുള്ള അടിയും. അപ്പോഴിത് ഒരു ഗ്രാമപ്രദേശമാണ് ധനുച്ചുരം എന്ന് പറഞ്ഞാൽ. കൂടുതൽ കലാകാരന്മാർ ജനിച്ച സ്ഥലവും കൂടുതൽ കായിക താരങ്ങൾ ജനിച്ച സ്ഥലവും അതുപോലെ തന്നെ MLA-മാർ ജനിച്ച സ്ഥലവും കൂടെയാണ് ഈ ധനുച്ചുരം എന്ന് പറയുമ്പോൾ. നാടെന്ന് പറഞ്ഞാൽ നല്ല മണ്ണുള്ള സ്ഥലവും കലാകാരം ഉള്ള സ്ഥലമാണ് എന്ന് പറയാം. അവനെടുത്തു കലാകാരനുള്ള സ്ഥലമാണെന്ന് പറയാം. കലാകാരൻ ഇതാണ് ആദി ഇല്ലേ? ഇതാണ് ആദ്യം 2.5 വയസ്സാവാൻ പോകുന്നത്. ഫുട്ബോൾ നല്ല കളിക്കും. ഇപ്പം ഇന്ത്യൻ ബുക്കിലേക്കുള്ള അർഹത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വിഷുവിന്റെ പ്രമാണിച്ച് ഇവന്റെ അഭിമുഖം എടുക്കാൻ വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേ എന്റെ അപ്പൂപ്പൻ്റെ കൂടി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോഴേ ഇവന് പ്രസവിച്ചതിന് ശേഷം ഈ 6 മാസമായപ്പോ തന്നെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഇതിൽ കാറ്റിൽ എങ്ങനെയാണ് തട്ടണത്? വലിച്ച കാല് മടക്കി ബോൾ തട്ടും പോലെയാണ് ഗേറ്റിലൊക്കെ കാല് മടക്കി അടിക്കുന്നത്. അതുപോലെ ഈ കാറ്റിന്റെ പുറത്ത് കയറണേ വലിച്ച് ചവിട്ടി ഗേറ്റ് പൂട്ടിക്കുന്ന ചവിട്ടിയെ കയറുകയൊക്കെ ചെയ്യും. അപ്പോഴേ നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി അങ്ങനത്തെ കാര്യമാണ്. ഇന്ത്യൻ ബുക്കിലേക്കുള്ള റെക്കോർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപ്പോഴേ സ്പോൺസറൊക്കെ വേണ്ടേ? സ്പോൺസറൊക്കെ വേണം.
സ്പോൺസർ അവന് തറവിട് ആ സ്പോൺസറൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ല പിന്നോക്കത്തില്ല. നമ്മൾ സാമ്പത്തികം ഇല്ലാത്ത ഒരു ഇന്ത്യൻ ബുക്കിലൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും പിള്ളേർ കിടക്കണതിൽ 2.5 വയസ്സിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലുകൊണ്ട് തട്ടുന്ന ഈ കേരളത്തിലായതുകൊണ്ടാണ് അവനെ അറിയപ്പെടാത്തത്. വേറെ ഒരു സംസ്ഥാനത്ത് രാജ്യത്തേക്ക് അവനൊക്കെ വലിയ ആൾക്കാർ സ്പോൺസർമാർ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇവിടെ 5 വയസ്സിലാണ് മറഡോണ പോലും കളിക്കാൻ തുടങ്ങിയ ഫുട്ബോൾ. ഇത് 2 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ നല്ല കാല് തട്ടുന്നുണ്ട്, വലിയൊരു ഒപ്പം തട്ടാൻ തുടങ്ങി കഴിഞ്ഞെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അപ്പൂപ്പനെ കുറിച്ച് അപ്പൂപ്പൻ എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അവൻ ബോൾ നല്ല രീതിയിൽ തട്ടുകയും ആരെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ അവന് കഴിവുള്ള ഒരു പയ്യനാണ്. അത് ഞാൻ പറയാം, തിരുവനന്തപുരം ജില്ലയായതുകൊണ്ടാണ് പിന്നിലോട്ട് നിൽക്കുന്ന ഫുട്ബോൾ. മറ്റു ജില്ല കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് ഭയങ്കര അംഗീകാരം കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വലിയ അംഗീകാരമില്ല. അതുകൊണ്ടായിരിക്കും ചെറുതിലെ അവിടെയുള്ള പിള്ളേർ കളിക്കുന്നുണ്ട് കണ്ണൂരൊക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനില്ലാത്ത താങ്കൾക്ക് അവൻ എനിക്ക് മേശരി പണിയൊക്കെയാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. പിന്നെ അവൻ ഇങ്ങനെ നല്ല രീതിയിൽ കായിക ബോൾ തട്ടുകയും ആ രീതിയിലൊക്കെ വന്ന് അവനെ സ്പോൺസർ ഉണ്ടെങ്കിൽ അവനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു കളിക്കാരനായി മാറും. ഈ പ്രായത്തിൽ കളിക്കാൻ തുടങ്ങിക്കൊണ്ട് നമുക്ക് ഒരു 12-13 വയസ്സാകുമ്പോൾ ഒരു ഇന്ത്യൻ താരം ആവുന്നതിന് സാധിക്കാം. പക്ഷെ കേരളത്തിൽ നല്ലൊരു കോച്ചിനെ കണ്ടെത്തി ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി ഇവനെ അവിടെ പ്രാക്ടീസ് ചെയ്യാനാണ് അവധി കാലത്ത് ഒരു 2 ദിവസമൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശമല്ലേ. അപ്പൊ നമ്മളിവിടെ ഇന്ന് സംസാരിച്ച അവന്റെ അപ്പൂപ്പനാണ് അശോകൻ എന്ന് പറയുന്നത്. ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ധനുച്ചുരം പോസ്റ്റ് ഓഫീസിന്റെ താഴെയുള്ള അടുത്തൊരു കുളമുണ്ട്, അതിന്റെ അടുത്താണ് ഇവരുടെ വീട്. ഈ പയ്യൻ 6 മാസത്തിനു മുമ്പേ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പന്ത് തട്ടാൻ തുടങ്ങി. മറ്റേ പിള്ളേരെ പോലെയല്ല, പെട്ടെന്ന് സംസാരിക്കാനും തുടങ്ങി. എന്തൊരു പറഞ്ഞാലും അവന് അറിയാം, ഒക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ അവൻ ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പം നല്ല പന്ത് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ബുക്കിലേക്ക് അർഹത ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടനെ ട്രയൽ നടത്താനാണ് തീരുമാനം. അതിൻ്റെ അപേക്ഷ എല്ലാം അയക്കുന്നുണ്ട് അവർ. അതിൻ്റെ റെഡിയായി കഴിഞ്ഞോടെ തന്നെ ഇപ്പം ഇന്ത്യൻ ബുക്കിൽ വരും. അതിന് കഴിഞ്ഞതിന് ശേഷം ഇത് ചെറിയ പ്രായം 2.5 വയസ്സാവാൻ പോകുന്നതേ. അപ്പോൾ ലോകം അറിയപ്പെടുന്ന കളിയാണ് ഫുട്ബോൾ കളി. ഈ അത്ലറ്റ് പോലും അത്ര അറിയുന്നില്ല, അറിയപ്പെടുന്ന കളിയാണ്. അതിലേക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു കൊച്ചു ഗ്രാമം എന്ന് പറയുന്നത് ധനുച്ചൂർ, ആ ഗ്രാമത്തിൽ നിന്നും ഒരു പയ്യൻ കളിക്കാൻ ഫുട്ബോൾ വരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കൈയും കാലും ഒക്കെ കോരി തരിക്കുന്നുണ്ട്. ഇത്രയും കഴിവുള്ള ഒരു പയ്യനെ കിട്ടി. മറഡോണ പോലും 5 വയസ്സിലാണ് കളിക്കാൻ തുടങ്ങിയെന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ.